ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കണ്ണൂരോളത്തിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. കണ്ണൂർ ശ്രീ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കണ്ണൂർ നഗരത്തിൽ നിന്ന് 44 കിലോമീറ്റർ അകലെ ഇരിട്ടി താലൂക്കിൽ മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിലാണ് ശ്രീ മൃദംഗശൈലേശ്വരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂരിൽ നിന്ന് പോകുമ്പോൾ കണ്ണൂർ, മട്ടന്നൂർ, ഉളിയിൽ, തില്ലങ്കേരി, മുഴക്കുന്ന് ഇങ്ങനെയാണ് റൂട്ട് വരുന്നത്. കണ്ണൂർ എയർപോർട്ടിൽ നിന്നാണെങ്കിൽ 22 കിലോമീറ്റർ ദൂരം. മലബാറിലെ പ്രധാനപ്പെട്ട ഭഗവതി ക്ഷേത്രങ്ങളിലൊന്നായ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ആദിപരാശക്തിയാണ്. കേരളസിംഹം വീര പഴശ്ശിരാജയുടെ കുലദേവതാ ക്ഷേത്രമാണ് മൃദംഗശൈലേശ്വരി ക്ഷേത്രം. പഴശ്ശിരാജയുടെ വീരചരിത്രങ്ങൾക്ക് ഈ ക്ഷേത്രവുമായി ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. പരശുരാമൻ സൃഷ്ടിച്ച 108 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇതെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. ദേവലോകത്ത് നിന്ന് ഈ പ്രദേശത്ത് പണ്ടെന്നോ ഒരു മിഴാവ് വന്ന് വീണുവെന്നാണ് പഴമൊഴി. വാദ്യങ്ങളുടെ മാതാവായും ദൈവങ്ങളുടെ വാദ്യമായുമൊക്കെ അറിയപ്പെടുന്ന മിഴാവ് അഥവാ മൃദംഗം ഈ സ്ഥലത്ത് വന്ന് പതിക്കുകയും മൃദംഗ രൂപത്തിൽ മഹാദേവി സ്വയംഭുവായി ഉയർന്നു വന്നുവെന്നും ആ ചൈതന്യത്തെ ആവാഹിച്ച് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയെന്നുമാണ് ഐതിഹ്യം. സംഗീതരൂപിണിയായ ദേവിയുടെ നാദം മുഴങ്ങുന്ന കുന്നായതുകൊണ്ട് അതിനെ മുഴങ്ങുന്ന കുന്ന് എന്നും കാലക്രമേണ അത് മുഴക്കുന്നായി മാറിയെന്നുമാണ് പറയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ മഹത്വം ഉദ്ഘോഷിക്കുന്ന വേറെയും കാര്യങ്ങളുണ്ട്. കൊട്ടാരക്കര തമ്പുരാൻ്റെ രാമനാട്ടത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ട് കോട്ടയം തമ്പുരാൻ കഥകളി സൃഷ്ടിച്ചത് ഈ ക്ഷേത്രസന്നിധിയിൽ വെച്ചാണ്. മറ്റൊന്ന് ഭഗവതം, കല്യാണ സൗഗന്ധികം എന്നീ ആട്ടക്കഥകൾ രചിച്ചതും ഈ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. മൃദംഗശൈലേശ്വരി ദേവി കാളിയായും സരസ്വതിയായും ലക്ഷ്മിയായും ഭിന്ന ഭാവങ്ങളിൽ കുടികൊള്ളുന്നുവെന്നും നമ്മൾ ഏത് സങ്കല്പത്തിലാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ സങ്കല്പത്തിൽ നമുക്ക് അനുഗ്രഹം ചൊരിയുമെന്നുമാണ് പറയപ്പെടുന്നത്. പഴശ്ശിരാജ ഉൾപ്പെടുന്ന രാജകുടുംബമായ കോട്ടയം രാജകുടുംബത്തിലുള്ള രാജാക്കന്മാരെ യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ അവരുടെ കുലക്ഷേത്രം എന്ന നിലയിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ബലിതർപ്പണമൊക്കെ നടത്തിയിട്ടാണ് യുദ്ധത്തിന് പോകാറുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ദേവി പോർക്കലിയായി അനുഗ്രഹം ചൊരിഞ്ഞിരുന്നു. ഇന്ന് കാണുന്ന ക്ഷേത്രത്തിൻ്റെ പിറകിൽ പടിഞ്ഞാറ് ഭാഗത്തായിട്ടായിരുന്നു ആ ഗുഹാക്ഷേത്രം ഉണ്ടായിരുന്നത്. ഇന്ന് ആ ഗുഹാക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ടിപ്പു സുൽത്താൻ്റെയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമൊക്കെ ആക്രമണത്തിൽ കോട്ടയം രാജവംശം പരാജയപ്പെട്ടപ്പോൾ ക്ഷേത്രത്തിന് കേടുപാടുകളൊക്കെ സംഭവിച്ചു. ആരാലും സംരക്ഷിക്കപ്പെടാനില്ലാതെ കുറേയേറെ കാലം പൂജകൾ പോലും മുടങ്ങിയ അവസ്ഥയിലായിരുന്നു. 2008 മലബാർ ദേവസ്വം രൂപീകരിച്ചപ്പോൾ ക്ഷേത്രം അതിൻ്റെ നിയന്ത്രണത്തിലായി. പിന്നീട് കുറേ നാളുകൾ കഴിഞ്ഞാണ് ക്ഷേത്രം അതിൻ്റെ യഥാർത്ഥ പ്രൗഢി വീണ്ടെടുത്തത്. അതിനൊരു കാരണവുമുണ്ടായി. പറഞ്ഞു കേട്ടതിനപ്പുറം ജീവിതത്തോട് ചേർത്ത് വെക്കാൻ പോന്ന ചില കാര്യങ്ങൾ. മുൻ DGP ശ്രീ അലക്സാണ്ടർ ജേക്കബ് ഒരു ചാനൽ പരിപാടിയിൽ വെച്ച് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. അദ്ദേഹം കണ്ണൂർ ജില്ലാ സൂപ്രണ്ടായിരുന്ന കാലത്ത് ക്ഷേത്രത്തിൽ നടന്ന മോഷണങ്ങളും അതിൻ്റെ തുടർക്കഥകളുമായിരുന്നു അത്. ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം 3 തവണ മോഷ്ടിക്കപ്പെട്ടെങ്കിലും അത് ക്ഷേത്രത്തിലേക്ക് തന്നെ തിരികെ എത്തിയ സംഭവമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പാലക്കാട് ഒരു റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു ആദ്യ തവണ മോഷണം നടന്ന വിഗ്രഹം കിട്ടിയത്. മുഴക്കുന്ന് ദേവീക്ഷേത്രത്തിലെ വിഗ്രഹമാണ് ഇതെന്നും എഴുതിയ ഒരു കത്തും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ക്ഷേത്ര പരിസരത്ത് നിന്ന് 300 മീറ്റർ മാറിയാണ് രണ്ടാമത്തെ തവണ മോഷണം നടന്നതിന് ശേഷം വിഗ്രഹം തിരികെ ലഭിക്കുന്നത്. 3ാം തവണ വയനാട്ടിൽ നിന്നാണ് ലഭിച്ചത്. വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു കേസിൽ ചില കള്ളന്മാരെ പിടികൂടിയപ്പോഴാണ് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പോലീസിന് വിവരം ലഭിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ നിന്നും വിഗ്രഹം എടുത്തതിന് ശേഷം മാനസിക നിലയും ശാരീരിക നിലയും തകരാറിലാവുകയും എങ്ങോട്ട് പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയാത്ത വിധം ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയും ചെയ്തു. അങ്ങനെ മോഷ്ടിച്ച വിഗ്രഹം അഡ്രസ്സും എഴുതി വെച്ച് ഉപേക്ഷിച്ച് പോകാറാണ് പതിവ് എന്നാണ് കള്ളന്മാർ വെളിപ്പെടുത്തിയത്. അദ്ദേഹം ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയതോടെ ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പുറം ലോകം അറിയുകയും അങ്ങനെ വിശ്വാസികളുടെ ഒരു ഒഴുക്ക് തന്നെ അവിടെ ഉണ്ടാവുകയും ചെയ്തു. ഇന്നവിടെ ദിവസേന ആയിരക്കണക്കിന് ഭക്തന്മാരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പോകുന്ന സമയത്ത് അവിടെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്ന ഏപ്രിൽ 3 മുതൽ 10 വരെ പൂര മഹോത്സവമാണ്. അപ്പോൾ കൊടിയേറ്റം നടന്നിട്ടുണ്ട്. അതുപോലെ വിശേഷാൽ പൂജകളും പിന്നെ സംഗീതോത്സവം, സാംസ്കാരിക സമ്മേളനം, നൃത്യങ്ങൾ അങ്ങനെ ഒരുപാട് പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ പോയത്. അതുപോലെ പോർക്കലിൻ്റെ ആരൂഢ സ്ഥാനം ബാക്കിൽ എടുത്തിട്ടുണ്ട്. അവിടെ
ഏപ്രിൽ 9-ാം തീയതി പ്രതിഷ്ഠ നടക്കുന്നതാണ്. ദർശന സമയം പുലർച്ചെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ 8 മണി വരെയാണ്. ക്ഷേത്രക്കുളത്തിനും ഒരൈതിഹ്യമുണ്ട്. കഥകളിയുടെ ആദ്യ രൂപമായ രാമനാട്ടം കൊട്ടാരക്കര തമ്പുരാൻ്റെ സംഭാവനയായിരുന്നു. അത് പരിഷ്കരിച്ചത് കോട്ടയം തമ്പുരാനാണ്. ഒരിക്കൽ ആട്ടക്കഥ എഴുതുമ്പോൾ അതിൽ സ്ത്രീരൂപം സങ്കല്പിക്കുവാൻ തമ്പുരാൻ ബുദ്ധിമുട്ടി. അങ്ങനെ ധ്യാനനിരതനായി തമ്പുരാൻ ഈ ക്ഷേത്രത്തിലിരിക്കുകയും ഭക്തവത്സലയായ ദുർഗാ ഭഗവതി ക്ഷേത്രക്കുളത്തിൽ നിന്നും ഒരു സ്ത്രീ രൂപത്തിൽ പൊങ്ങി വരികയും ചെയ്തു. ദേവി കാണിച്ചു കൊടുത്ത ആ രൂപത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് തമ്പുരാൻ സ്ത്രീവേഷത്തിൻ്റെ രൂപം സൃഷ്ടിച്ചത്. ഇന്നും കഥകളിയിൽ ആ രൂപത്തിലാണ് സ്ത്രീവേഷം പ്രത്യക്ഷപ്പെടുന്നത്. അന്ന് ദേവി പ്രത്യക്ഷപ്പെട്ട ആ കുളത്തിനും ഈ ക്ഷേത്രത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. പറഞ്ഞു പഴകിയ പുരാണങ്ങൾക്കും ഐതിഹ്യങ്ങൾക്കും അപ്പുറം ജീവിതത്തോട് ചേർത്ത് നിർത്തുന്ന ചില അനുഭവങ്ങളാണ് ഈ ക്ഷേത്രത്തിൻ്റെ പെരുമയ്ക്ക് കാരണമായത്. കേട്ടു പതിവില്ലാത്ത ഈ പേര് തന്നെ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളിലൊന്നാണ്. നെയ്വിളക്കേന്തി പ്രാർത്ഥിച്ചാൽ ഏത് അസാധ്യ കാര്യവും സാധിച്ചു തരുന്ന ക്ഷിപ്രപ്രസാദിനിയാണ് ദേവി എന്നാണ് ക്ഷേത്രചരിത്രം പറയുന്നത്. ഭഗവതി ക്ഷേത്രമെന്ന് മാത്രമല്ല, പഴശ്ശിരാജയുടെ കുലദേവതാ ക്ഷേത്രമെന്നും കഥകളിയുടെ വന്ദന ശ്ലോകം എഴുതപ്പെട്ട ക്ഷേത്രമെന്നും കലാകാരന്മാരുടെ പ്രിയപ്പെട്ട ഇടമെന്നും അറിയപ്പെടുന്ന ഈ ക്ഷേത്രം കണ്ണൂരിൻ്റെ പേരിനും പെരുമക്കും ചരിത്രത്തിനും ഒരു മുതൽക്കൂട്ടായി തന്നെ നിലകൊള്ളുന്നു. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന നമ്മുടെ പ്രിയപ്പെട്ട കണ്ണൂരിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത മറ്റൊരു വിശേഷവുമായി നമുക്ക് നാളെ വീണ്ടും കണ്ടുമുട്ടാം. പ്ലീസ് ഡു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു.